എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷനാണ്. അതായത് പലർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലേ, പക്ഷേ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാതെ നമുക്ക് ബിസിനസ് തുടങ്ങിയാലോ, അതും നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ബിസിനസ്, അതും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ എന്താണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാത്ത ബിസിനസ്? ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് വെറും 100 രൂപയാണ്. 100 രൂപയ്ക്ക് നമ്മൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും കേട്ടോ. എന്ത് ബിസിനസ്സാണ് അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഫുഡ് ബിസിനസ് വെറും 100 രൂപയ്ക്ക് തുടങ്ങാം. എന്ത് ഫുഡ് ബിസിനസ്സാണ്? ഒരുപാട് തരത്തിലുള്ള ഫുഡ് ബിസിനസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് പേർക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ചിലവർക്കാണെങ്കിൽ മീൽസ്, ബിരിയാണി, കേക്ക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിലൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്കറിയാം, പല ആൾക്കാരും ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ എടുത്തിട്ടൊക്കെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനീഷ്യലി തന്നെ എല്ലാവരും വീട്ടിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഓർഡേഴ്സൊക്കെ കിട്ടി കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വലിയ നിലയിലെത്തുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റായിട്ട് 100 രൂപയ്ക്ക് എങ്ങനെ ഫുഡ് ബിസിനസ് തുടങ്ങാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 100 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പോസ്റ്ററിൻ്റെ എക്സ്പെൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെന്നുള്ളത് കുറച്ച് പേരെ അറിയിക്കണ്ടേ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിയിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ഫുഡാണ് തുടങ്ങുന്നത്, എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നത്, അത് നമ്മുടെ നോട്ടീസിൽ കൊടുക്കുക, നമ്മുടെ പോസ്റ്ററിൽ കൊടുക്കുക. അതായത് കേക്ക്സ്, സ്നാക്സ്, ബിരിയാണി, മീൽസ്, എന്താണോ നിങ്ങളുടെ ബിസിനസ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റിൽ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരോടും ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറയുക, ഫേസ്ബുക്കിലൊക്കെ എല്ലാവരോടൊന്നും ഷെയർ ചെയ്യാൻ പറയുക, ഇൻസ്റ്റഗ്രാം ത്രൂ മാക്സിമം ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള, അതായത് നമ്മളിപ്പോൾ ഊണൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഒരു 10 കിലോമീറ്റർ പരിധിയിലൊക്കെ ആയിരിക്കൂലേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ കാറ്റഗറിയിലോട്ടുള്ള ആളുകളിലോട്ട് പരസ്യം എത്തിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വാട്സപ്പ് ബിസിനസ് നമ്മൾ യൂസ് ചെയ്യുക, അതിൽ നമുക്ക് ബൂസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓർഡർ എടുക്കും. അങ്ങനെ ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം അതും ഒന്ന് പബ്ലിസിറ്റി കൊടുക്കുക. എല്ലായിടത്തും ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. അതിനായിട്ടൊരു പേജ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പാഷനേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു ബിസിനസ്സാക്കി മാറ്റി വളരെയേറെ ലാഭം കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയ തന്നെയാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കാനും അറിയാം, പക്ഷെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ ഫുഡ് ബിസിനസ് തുടങ്ങുമെന്ന് അറിയില്ല, അതിന് എന്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്ത് ലൈസൻസ് വേണം, വീട്ടിൽ ചെയ്യണമെങ്കിൽ എന്ത് കാര്യം ചെയ്യണം, വീട്ടിലല്ലാണ്ട് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തുടങ്ങി വിജയിപ്പിക്കാം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അതിനൊരു പോംവഴിയുണ്ട്. നമ്മൾ ഫുഡ് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓൺലൈനാണ്, നമ്മൾ ലൈവായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. പ്ലസ് റെക്കോർഡ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ബിസിനസ് നമ്മുടെ അടുത്തുനിന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഫുൾ സിലബസ് നമ്മുടെ സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത്, പുള്ളി അയച്ചു തരും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ട്രെയിനിങ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു ട്രെയിനിങ് ആണ്. താല്പര്യമുള്ളവർ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ഒരു പ്രൊമോഷനും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്പോർട്ടോടുകൂടി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വായോ, നമുക്ക് ട്രെയിനിങ്ങിൽ നേരിട്ട് കാണാൻ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ താഴെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോയിട്ട് ആവശ്യമുള്ളവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. എടുക്കുന്നവർക്ക് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം.